വീഡിയോ കാണിക്കേണ്ടതുകൊണ്ട് ഞാനിത് ഫ്രീസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിത് 1-2 മണിക്കൂർ ഫ്രീസ് ചെയ്യാം. ഇത് അശ്വതി പപ്സ് ഉണ്ടാക്കിയിട്ട് പിക്ക് അയച്ചു തന്നതാണ്. താങ്ക് യു അശ്വതി. ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൊണ്ടൊരു കേക്കാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതിനായി 1/4 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഷുഗർ എടുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 നാരങ്ങ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ടീസ്പൂൺ നാരങ്ങ നീരാണ് നമുക്ക് വേണ്ടത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് പാല്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട്, ഒരു ഫ്രൈ പാനാണ് അടപ്പത്ത് വെച്ചേക്കണം. അതിൻ്റെ മീതെ ഒരു ഫ്രെയിം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ്, അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതെല്ലാം ഒരു സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല പഞ്ചസാരയുടെ. ഇനി നമുക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കാം 2-3 പ്രാവശ്യം. വായു നിറയാൻ വേണ്ടിയാണ്, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനി നമുക്ക് കേക്ക് മോൾഡ് റെഡിയാക്കി വെക്കാം. അതിനായിട്ടൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ പേപ്പർ എടുത്തിട്ട് അതിൽ എണ്ണ തൂവിയിട്ട് അതും വെച്ച് കൊടുക്കാം. അതിന് മുന്നേ കേക്ക് മോൾഡിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. സൈഡിലും എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് പൊടി ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ആയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ചിട്ടാൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുകയാണ്. നാരങ്ങാനീര് ഒഴിക്കുന്നത് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ കളറിലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പാലിലേക്ക് നാരങ്ങാനീരാണല്ലോ ഒഴിച്ചേക്കണത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓവർ ഫോൾഡ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചാണ് കേക്ക് മോൾഡിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക 3 പ്രാവശ്യം. അതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യണത്. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം, നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കണം ആ പാത്രത്തിലേക്ക് വെച്ചിട്ട് 40-45 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. നമുക്കൊരു 30 മിനിറ്റ് ആകുമ്പോൾ നോക്കാം. ഇനി കേക്കിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി 2 മാങ്ങ എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട്. നിങ്ങൾ നല്ല മധുരമുള്ള മാങ്ങയാണ് എടുക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി. എനിക്കിപ്പോൾ ഉള്ളത് ഇത്തിരി പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിനൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിൻ്റെ കഷ്ണം മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് തിരിച്ച് ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളൊന്ന് ടൂത്ത് പിക്ക് ടെസ്റ്റ് നടത്തി നോക്കി, അപ്പോൾ അത് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വെച്ചേക്കണതാണ്. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് എടുത്തിട്ട് ഒരു കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ ഇതുമേൽ ഒന്നും പിടിക്കാനില്ല, അപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ മതി കേട്ടോ. ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഗ്ലേസൊക്കെ ഇടുവാണെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഗ്ലേസൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കുക. അതൊരു സോസ് പാനിലേക്ക് ഇട്ടിട്ട് അത് ഒന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറുകുമ്പോൾ നമുക്ക് ഇറക്കാം. ഇപ്പം ഞാൻ 8 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കണം. നിങ്ങൾക്കിത് വെറും 4 സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി, നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ. ഇനി നമ്മൾ നേരത്തെ മാംഗോ പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഉണ്ട് കേട്ടോ, ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. സിമ്മിലാക്കി വെക്കാനേ പാടുള്ളൂ. കേക്ക് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഡിമോൾഡ് ചെയ്യുവാണ്. അതിൻ്റെ അടിയിൽ വെച്ചേക്കണ പേപ്പർ കീറിക്കളയണം. ഇപ്പോൾ അത് കീറിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചേക്കണ ആ
പ്യൂരി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് ഈ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സെറ്റായിട്ട് വരും. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇതെല്ലാം വെറുതെ കേക്കായിട്ട് അങ്ങനെ കഴിക്കാനാണെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. ഞാൻ ചുമ്മാ അങ്ങനെ ചെയ്തു എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.